നസ്രായൻസ് മീഡിയ മലയാളം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA മലയാളം വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച ചാനലാണിത്. ഈ ചാനലിൽ സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. ആദ്യമായിട്ട് മൂർക്കോത്ത് കുമാരൻ്റെ മിശ്ര വിവാഹം എന്ന് പറയുന്ന ആ പാഠഭാഗമാണ് വിനിമയം ചെയ്തത്. അതിൽ തന്നെയും 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തത്. ചെറുകഥയുടെ സവിശേഷതകളും ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകളും ചെറുകഥാകൃത്തുകളും ആദ്യകാല ചെറുകഥാകൃത്തുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വേങ്ങേരി കുഞ്ഞിരാമൻ നായനാരെയും വാസനാവികൃതി എന്ന ആദ്യത്തെ ചെറുകഥയെയും തുടർന്ന് മിശ്ര വിവാഹം എന്ന ചെറുകഥയും അതോടൊപ്പം തന്നെ മൂർക്കോത്ത് കുമാരനെയും കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നേ ദിവസം നമ്മൾ 2ാമത്തെ യൂണിറ്റായ ആരാൻ്റെ കുട്ടി എന്ന K. സുകുമാരൻ്റെ ചെറുകഥയായ ആരാൻ്റെ കുട്ടിയെക്കുറിച്ച് പഠിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് നമ്മൾ ചെറുകഥ എന്ന ഈ സാഹിത്യ രൂപം നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. മുന്നേ അതിൻ്റെ സവിശേഷതകളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടതെങ്കിൽ ഈ ചെറുകഥയുടെ ആവിർഭാവം എവിടെ നിന്നാണ്, ഏത് നൂറ്റാണ്ട് മുതലാണ് ആരംഭിച്ചത് എന്നൊക്കെ വളരെ വിശദമായി നമുക്കൊന്ന് നോക്കാം. ഏകദേശം ഒരു 19ാം ശതകത്തിലാണ് ഈ ചെറുകഥ എന്നൊരു സാഹിത്യ രൂപം എന്ന നിലയിൽ ഒരു പ്രചാരണം ആരംഭിച്ചു വന്നത്. മനുഷ്യജീവിത ആരംഭം മുതൽ കഥ പറയാൻ തുടങ്ങുകയും ആസ്വാദക സമൂഹം രൂപപ്പെട്ടു വരികയുമൊക്കെ ചെയ്തിരുന്നു. ഈ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പാശ്ചാത്യ ഭാഷകളിലാണ് ചെറുകഥ എന്ന സാഹിത്യരൂപം വളർന്ന് വികാസം പ്രാപിച്ചത്. ഈ പാശ്ചാത്യ സാഹിത്യവുമായി ഉണ്ടായ സമ്പർക്കം ഫലമായി നമ്മുടെ മലയാളത്തിലേക്ക് കടന്നു വന്ന സാഹിത്യ രൂപമാണ് ഈ ചെറുകഥ എന്ന് പറയുന്നത്. 1891 വിദ്യാവിനോദിനിയിൽ പ്രസിദ്ധീകരിച്ച വാസനാവികൃതിയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതായിരുന്നു അല്ലേ? വേങ്ങേരി കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കളെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? വേങ്ങേരി കുഞ്ഞിരാമൻ നായനാർ, മൂർക്കോത്ത് കുമാരൻ, പിന്നെ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, MR കേസി, പിന്നെ CS ഗോപാലപ്പണിക്കർ, K. സുകുമാരൻ, അമ്പാടി നാരായണ പൊതുവാൾ, EV കൃഷ്ണപിള്ള, VT ഭട്ടതിരിപ്പാട്. ഇവരെല്ലാമായിരുന്നു മലയാള ചെറുകഥയുടെ ആദ്യഘട്ടത്തിൽ ചെറുകഥയെ പരിപോഷിപ്പിച്ചവരെന്ന് നമുക്ക് പറയാം. ഈ ചെറുകഥയുടെ ഈ ചെറുകഥ ഏതൊക്കെ ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാന ഇതിവൃത്തമായി എടുത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അല്ലെ, നമ്മൾ ചെറുകഥയെക്കുറിച്ച് എഴുതുമ്പോഴത്തേക്കും ആദ്യകാല ചെറുകഥകളെക്കുറിച്ച് എഴുതുമ്പം ഇതിവൃത്തമായിട്ട് അവർ തിരഞ്ഞെടുത്ത ആശയങ്ങൾ, കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരിക്കാം? സാഹസികമായിട്ടുള്ളതും അപസർപ്പകമായിട്ടുള്ളതും ഉത്തമ പുരുഷ കഥാഖ്യാനം, പരിണാമഗുപ്തി, പ്രണയം, വീരാവതാനം, അമ്മളി, നിധിവേട്ട, കുറ്റാന്വേഷണം, നായാട്ട്, കോടതി വ്യവഹാരം, സ്വപ്നാടനം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയായിരുന്നു ഈ ആദ്യകാല ചെറുകഥയുടെ ആ ഒരു കാലഘട്ടത്തിൽ അവർ പ്രധാന ഇതിവൃത്തമായിട്ട് തിരഞ്ഞെടുത്തത്. നമ്മുടെ ചെറുകഥയിലെ അല്ലെങ്കിൽ ചെറുകഥാകൃത്തുക്കളെ നമ്മുടെ M. അച്യുതൻ വിശേഷിപ്പിച്ചത് ഇപ്രകാരമാണ്: രസികന്മാരായ തറവാടികൾ. രസികന്മാരായ തറവാടികൾ എന്നാണ് M. അച്യുതൻ ആദ്യകാല ചെറുകഥാകൃത്തുക്കളെ വിശേഷിപ്പിച്ചിരുന്നത്. പറഞ്ഞാൽ നുണ, പറഞ്ഞാൽ നുണ, എഴുതിയാൽ കഥ എന്നിങ്ങനെ ആദ്യകാല കഥകളെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയ എഴുത്തുകാരനായിരുന്നു നമ്മുടെ ഈ K. സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാൻ്റെ കുട്ടി എന്ന കഥയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ K. സുകുമാരൻ എത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആധുനിക മലയാള ചെറുകഥകളുടെ സ്വഭാവങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യകാല ചെറുകഥ സാഹിത്യ രൂപത്തെക്കുറിച്ച് ചെറുകഥ എന്ന ഒരു സാഹിത്യ രൂപത്തെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം K. സുകുമാരൻ്റെ രചനാശൈലിയെക്കുറിച്ച് അതൊക്കെ എഴുതാനായിട്ട് ചോദിക്കാം. അല്ലെ, K. സുകുമാരൻ്റെ രചനാരീതിയുടെ സവിശേഷതകൾ വിശദമാക്കുക എന്നൊക്കെ ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ രചനാരീതികൾ, അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ അതൊക്കെ നമ്മൾ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. M. സുകുമാരനെക്കുറിച്ച് പറയുവാണെങ്കിൽ വെൺമണി ശ്ലോകങ്ങൾ എഴുതിക്കൊണ്ടാണ്
കൊണ്ടാണ് നമ്മുടെ ഈ സാഹിത്യകാരൻ എന്ന നിലയിൽ എം സുകുമാരൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ സാഹിത്യ രംഗത്തേക്ക് രംഗപ്രവേശനം ചെയ്തത്. കോഴിക്കോട് ആരംഭിച്ച ഭാരതി എന്ന ആനുകാലികത്തിലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത്. അന്നത്തെ ഒരു ആനുകാലികമായിരുന്നു, ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഇത് ഭാരതി എന്ന് പറയുന്നത്. അതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം ഗദ്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. ചെറുകഥ, നോവൽ, നാടകം, കാവ്യം, ഹാസ്യം, ശാസ്ത്രം എന്നിങ്ങനെ പല ഇനങ്ങളിലായിട്ട് 50ഓളം കൃതികൾ നമ്മുടെ ഈ സുകുമാരൻ്റെ, അതായത് കെ സുകുമാരൻ്റേതായിട്ട് ഉണ്ട്. സുകുമാര കഥാമഞ്ജരി, ചെറുകഥ, 5 കഥകൾ എന്നീ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകൾ ലഭ്യമാണ്. അപ്പോൾ നോവലേറ്റുകളും നോവലുകളുമായി അദ്ദേഹം രചിച്ച നിരവധി കൃതികളുടെ സാമാന്യ സ്വഭാവവും ചെറുകഥകളുടേത് തന്നെയാണ്. നമ്മുടെ സുകുമാരൻ എഴുതിയ നാടകങ്ങൾ, അദ്ദേഹം എന്തെഴുതിയിട്ടുണ്ട്? നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ പേരാണ് ഭീഷണി, മിശ്രയിലെ റാണി, ഉപദേശിയാർ എന്നിവ. അഭിനയിച്ച് ഫലിപ്പിക്കാൻ ആവുന്നതല്ല, വായിച്ച് രസിക്കുവാനാണ് ഇവ രചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വായിച്ച് രസിക്കുവാനാണ് എന്ത് ചെയ്തത്, ഇത് രചിക്കപ്പെട്ടത്. ഭാസാവിലാസം എന്നൊരു ശൃംഗാരകാവ്യവും അന്യോപദേശവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത്ഭുത വിശ്വാസങ്ങളും ആചാരങ്ങളും, ജന്തുശാസ്ത്രം, പ്രാണിവംശചരിത്രം, പറക്കാൻ വയ്യാതെ പോയ പക്ഷികൾ, ജ്യോതിശാസ്ത്രം എന്നിവ ഈ വകുപ്പിൽ പെടുന്നുണ്ട്. അണു തുടങ്ങി എറുമ്പാറ വരെ, മത്സ്യം മുതൽ പാമ്പ് വരെ, പക്ഷികൾ, മൃഗം മുതൽ മനുഷ്യൻ വരെ എന്നിങ്ങനെ വിഭജിച്ച് ജന്തുശാസ്ത്രത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ തെല്ലുമൊരു നർമ്മബോധത്തോടെ പ്രസന്ന ശൈലിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വിവരിക്കുന്നുണ്ട്. പ്രാണിവംശ ചരിത്രത്തിൽ സിംഹം, കാക്ക, എലി, കൊതുക്, തവള തുടങ്ങിയവയെ പറ്റിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. ഓരോ ഉപന്യാസവും ഓരോ ചെറുകഥ പോലെ വായിച്ചു പോകാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങളുടെ സമാഹാരമാണ് ചിരിയോ ചിരി. ഉപന്യാസങ്ങളാണ് സുകുമാര ഗദ്യമഞ്ജരി. ഒരുതരം പരിണാമഗുപ്തി ദീക്ഷിച്ചുകൊണ്ട് രചിച്ചിരുന്ന ഈ കഥകൾ നീണ്ടതാണെങ്കിലും ആദ്യന്തം നമ്മുടെ വായനയെ പിടിച്ചു നിർത്തുന്നുണ്ട്. നമ്മുടെ സുകുമാരൻ്റെ കഥകളെപ്പറ്റി നോക്കുകയാണത് ഭയങ്കര അത് നീണ്ടു നിവർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ വളരെ നീണ്ടതാണ് എങ്കിലും ആദ്യന്തം നമ്മുടെ വായനയെ പിടിച്ചു നിർത്തും. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ അതിൻ്റെ എൻഡ് പോയിന്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായൊരു ജിജ്ഞാസ ഉണർത്തും, തുടക്കം മുതൽ ഒടുക്കം വരെ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നേരം പോക്കിനുള്ള സൃഷ്ടികളായിരുന്നു സുകുമാരൻ്റെ കഥകളെങ്കിലും ആദ്യകാല കഥാകാരന്മാരിൽ ഏറ്റവും ജനപ്രീതിയും പ്രചാരവും നേടിയത് അദ്ദേഹമാണ്. കഥകളുടെ ഉന്നം നമ്മെ രസിപ്പിക്കുകയാണ്. ഒപ്പം പരോക്ഷം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് പ്രത്യക്ഷമല്ലാതെ പരോക്ഷമെങ്കിലും ശക്തമായ സാമൂഹിക വിമർശനവും ഈ കഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർവഹിക്കുന്നുണ്ട്. ഓരോ തരത്തിലുള്ള ജീവിത ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യർക്ക് അല്പസമയത്തേക്കെങ്കിലും ചിരിക്കുവാനൊരവസരം നൽകുന്നത് പുണ്യമായാണ് കെ സുകുമാരൻ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പല കഥകളും ചെറുകഥകളും വായിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ രസത്തിന്, അല്ലെങ്കിൽ വായനക്കാരനെ രസിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്ത് രീതികൾ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. സവിശേഷ സാഹചര്യം സങ്കല്പിച്ചുണ്ടാക്കുക, ആ കുടുക്കിൽ നിന്നും കഥാപാത്രം ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടുക, സാഹചര്യം ചിരിക്ക് വഴി ഒരുക്കുന്നതാക്കുക, ഓരോ പ്രതിപാദനത്തിലും ഈ നർമ്മം പാലിക്കുക. സാമാന്യമായി ഈ സവിശേഷതകളാണ് കെ സുകുമാരൻ്റെ കഥകൾക്ക് ഉള്ളത്. അഴകുള്ള പെണ്ണ്, വിധി, ആ വല്ലാത്ത നോട്ടം, ഇണക്കവും പിണക്കവും, ഒരു പൊടിക്കായ്, പാപത്തിൻ്റെ ഫലം, ആരാൻ്റെ കുട്ടി, കൂനിയുടെ ചികിത്സ, വിധവയുടെ വാശി, വിവാഹത്തിൻ്റെ വില, വിരുന്നു വന്ന മാമൻ തുടങ്ങിയവ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ ഈ കഥകളുടെ ആ കൂട്ടത്തിൽ പെടുന്നവയാണ്. കെ സുകുമാരനെക്കുറിച്ച് നമ്മളോട് എഴുതാനായിട്ട് ചോദിച്ചാൽ, അതല്ലെങ്കിൽ ഈ പാഠവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ചോദ്യം വന്നാലും നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ആമുഖത്തോടു കൂടെ ആയിരിക്കണം എപ്പോഴും ആരംഭിക്കേണ്ടത്. തീർച്ചയായിട്ടും ആരാൻ്റെ കുട്ടി എന്ന ഈ കഥയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ കെ സുകുമാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം ആരംഭിക്കാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങാവുന്നത് ആ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം. കെ സുകുമാരനെ പറ്റി പറയുകയാണെങ്കിൽ മലബാറിൽ നിന്നുള്ള ഒരു ചെറുകഥാകൃത്താണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹം ഹാസ്യകാരൻ, കവി, ഉപന്യാസകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. മലയാള ചെറുകഥയുടെ തുടക്കക്കാരനായിരുന്നു
അല്ലെങ്കിൽ തുടക്കക്കാരനായിരുന്ന അദ്ദേഹത്തെ സമാന പേരുകളിലുള്ള എഴുത്തുകാരിൽ നിന്നും വേർതിരിച്ചറിയാനായിട്ട്, ഇപ്പം സുകുമാരൻ എന്ന പേര് പല എഴുത്തുകാർക്കുണ്ട്, അപ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഇദ്ദേഹത്തിനെ പെട്ടെന്ന് എടുത്തറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ മലബാർ കെ സുകുമാരൻ എന്ന പേര് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. കേരള കൗമുദി പത്രത്തിൻ്റെ മുൻ പത്രാധിപരും പ്രമുഖ പത്രപ്രവർത്തകനും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരുന്നു കെ സുകുമാരൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. കെ സുകുമാരനെ പറ്റി പറയുമ്പോഴത്തേക്ക് ആദ്യകാല ചെറുകഥാകൃത്തുക്കളുടെ മുൻനിരയിലാണ് സുകുമാരൻ്റെ സ്ഥാനം. വായനക്കാരിൽ ജിജ്ഞാസ ഉണർത്തി വിസ്മയം ജനിപ്പിക്കുന്ന മാജിക്കുകാരനാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിവൃത്ത പ്രധാനമായ കഥകൾ പലതും നേരം പോക്കിനുള്ള വക നൽകുന്നു. കഥകൾ അധികവും റൊമാൻറ്റിക് ഭാവനയുള്ള സന്താനങ്ങളാണ്. വർത്തമാന ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തി ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുന്ന കഥകളാണ് അദ്ദേഹം രചിച്ചത്. അവിശ്വസനീയമായ പല ഘടകങ്ങളും അതിലുണ്ടാകും. സ്ത്രീകളോടുള്ള കമ്പം മൂലമാണ് കഥാകാരൻ ഒരിക്കൽ പിണഞ്ഞ അബദ്ധത്തിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ആരാൻ്റെ കുട്ടി എന്ന് പറയുന്ന ഈ ഒരു കഥ. നമ്മുടെ ഈ കെ സുകുമാരനിൽ എത്തി നിൽക്കുമ്പോഴാണ് ആധുനിക മലയാള ചെറുകഥകളുടെ സ്വഭാവം നാം എന്ത് ചെയ്യുന്നത് ശരിക്കും ദർശിക്കുക. ദൈർഘ്യമുള്ള കഥയാണ് ആരാൻ്റെ കുട്ടി. ഒരുതരം പരിണാമഗുപ്തി ദീക്ഷിച്ചുകൊണ്ട് രചിച്ചിരിക്കുന്ന ഈ കഥ നീണ്ടതാണെങ്കിലും ആദ്യന്തം നമ്മുടെ താല്പര്യത്തെ പിടിച്ചു നിർത്തുന്നു. നേരത്തെ ഞാൻ ഇതെല്ലാം പ്രതിപാദിച്ചായിരുന്നു. നമ്മുടെ ആദ്യന്തം നമ്മുടെ താല്പര്യത്തെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള കഥകളാണ് കെ സുകുമാരൻ്റേത് എന്നത്. കഥകളുടെ ഉന്നം നമ്മെ രസിപ്പിക്കുക തന്നെ ഒപ്പം പരോക്ഷമെങ്കിലും ശക്തമായ സാമൂഹിക വിമർശനവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കഥ നിർവഹിക്കുന്നുണ്ട്. പിന്നെന്താണ്, അടിയന്തരാവശ്യമായി മദുരാശിയിൽ നിന്നും വരുന്ന ഒരാളെ കാണാൻ തീവണ്ടി ആപ്പീസിലെത്തിയ കഥാനായകൻ വിദഗ്ധമായി കബളിപ്പിക്കപ്പെടുന്നു. കഥയിലെ മനുഷ്യ സ്വഭാവങ്ങളുടെ വൈരുദ്ധ്യതയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. കഥാനായകൻ തന്നെ കഥ പറയുന്ന രീതിയിലാണ് അവലംബിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതയായ ഉത്തമ പുരുഷ കഥാഖ്യാന രീതി തന്നെയാണ് കെ സുകുമാരനും എന്ത് ചെയ്തിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. സമൃദ്ധമായി ഉപയോഗിച്ചിരുന്ന സംഭാഷണങ്ങൾ സ്വഭാവ ചിത്രീകരണത്തിന് ഏറെ മിഴിവ് നൽകുന്നുണ്ട്. രസകരമായ സന്ദർഭങ്ങൾ പലപ്പോഴും ഐറണിക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതുമാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്നവയും കാലത്തെ അതിജീവിക്കുന്നതുമായ സംഭവങ്ങളുടെ രസകരമായ ആവിഷ്കാരമാകുന്നു ഈ ഒരു കഥ. ഓണക്കാലത്ത് കിട്ടിയ സമ്മാനം എന്നുകൂടി ഈ കഥയ്ക്ക് പേരുണ്ട്. ഇതൊക്കെ ഒരു മാർക്ക് ചോദ്യമാണ്. ഓണക്കാലത്ത് കിട്ടിയ സമ്മാനം എന്ന പേരുള്ള കഥ ഏത് എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും, ആരാൻ്റെ കുട്ടി എന്ന കഥയാണ്. ഇനിയിപ്പം നമ്മൾ ആരാൻ്റെ കുട്ടി എന്ന കഥയെക്കുറിച്ച് ഒരു ആസ്വാദനവും അതല്ലെങ്കിൽ ആരാൻ്റെ കുട്ടി എന്ന കഥയെക്കുറിച്ച് നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിലെ ആദ്യകാല കഥാകൃത്തുകളിലേറെ ശ്രദ്ധേയനാണ് കെ സുകുമാരൻ. ഇങ്ങനെയൊക്കെ എഴുതി തുടങ്ങാം. ചെറുകഥയുടെ മാത്രമല്ല ഉപന്യാസ ശാഖയുടെയും തുടക്കക്കാരിൽ പ്രധാനിയാണ് കെ സുകുമാരൻ. മലയാളത്തിൽ വ്യത്യസ്തമായ ആഖ്യാന വഴികൾ തുറന്നിടാൻ അദ്ദേഹം ശ്രമിച്ചു. രസഭൂയിഷ്ടവും അനുഭവജ്ഞാന സമ്മിളിതവുമായി ചമച്ചിട്ടുള്ള ആ നിബന്ധങ്ങൾ വിലപിടിച്ച മുതൽക്കൂട്ടുകളാണ്. കെ സുകുമാരൻ്റെ കഥകളെക്കുറിച്ച് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിൽ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ആക്ഷേപഹാസ്യത്തിന് പ്രാധാന്യമുള്ള കഥകളായിരുന്നു നമ്മുടെ കെ സുകുമാരൻ്റെ സൃഷ്ടികളിൽ ഏറെയും. കഥാകാരന്മാരിൽ ഇതിവൃത്തത്തിൻ്റെ തലത്തിൽ ബുദ്ധിയും കൗശലവും കൂടുതലായി പ്രദർശിപ്പിച്ചിട്ടുള്ളത് കെ സുകുമാരനാണ്. കഥാപാത്രത്തെ ഒരു പ്രശ്നത്തിൽ കൊണ്ടു ചെന്ന് ചാടിച്ചിട്ട് ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു കാണുന്നത്. ഉത്തമ പുരുഷൻ്റെ സ്വാനുഭവ കഥ എന്ന രീതിയിലാണ് മിക്ക കഥകളും എഴുതിയിട്ടുള്ളത്. ആരാൻ്റെ കുട്ടി എന്ന കഥയും ഈ ഒരു സവിശേഷത തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. ഇനി നമുക്ക് ആരാൻ്റെ കുട്ടി എന്ന കഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫലിത പരിഹാസങ്ങൾ ഉപയോഗിച്ച് പരിണാമഗുപ്തി ദീക്ഷിച്ച് അവതരിപ്പിക്കുന്ന ആരാൻ്റെ കുട്ടി എന്ന ഈ കഥ ആദ്യകാല കഥകളുടെ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. കഥാനായകൻ്റെ വനിതാ ലോലുപത്വം വരുത്തിയുണ്ടായ ഒരു ആപത്തിൻ്റെ രസകരമായ ആഖ്യാനമാണ് ഈ കഥ. തീവണ്ടി ആപ്പീസിൽ ഒരാളെ തേടിപ്പോയ നായകൻ പെണ്ണുങ്ങളുടെ മുറിയിൽ സൗന്ദര്യത്താൽ അന്യോന്യം പടവെട്ടുന്ന സുന്ദരിമാരെ കാണാനിടയായി. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലെ കാഴ്ചകളിൽ രസിച്ച് തൻ്റെ യാത്ര വെറുതെ ആയില്ല എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അവരെ നോക്കി നിൽക്കുമ്പോൾ അയാളുടെ നേരെ തിരക്കിട്ട് വന്ന ഒരു സുന്ദരി തൻ്റെ കുട്ടിയെ നീട്ടിക്കാണിച്ചു. ഈ കുട്ടിയെ ഒന്ന് പിടിക്കണം,
എന്ന് പറഞ്ഞ് ധൃതിയിൽ കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചിട്ട് അവൾ ജനക്കൂട്ടത്തിൽ മറയുന്നു. സാധനങ്ങൾ കയറ്റുന്ന ബദ്ധപ്പാടിൽ ഒരു നിമിഷത്തേക്ക് കൈ ഒഴിവിൽ കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ച് അവൾ പോവുകയും ചെയ്തു. പക്ഷേ വണ്ടി വിടാറായിട്ടും അവൾ വന്നില്ല. അയാൾ അവിടെ മുഴുവൻ തിരഞ്ഞിട്ടും അവളെ കണ്ടു കിട്ടിയില്ല. തൻ്റെ കയ്യിലെത്തിയ ആരാൻ്റെ കുട്ടിയെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ നോക്കി. അവരുണ്ടോ അത് ഏറ്റുവാങ്ങുന്നു. റെയിൽവേ പോലീസുകാർ കുട്ടിയെ ഏറ്റെടുത്തില്ല. ആകെ പരിക്ഷീണനായ അയാൾ ഗത്യന്തമില്ലാതെ കുട്ടിയെയും കൊണ്ട് വീട്ടിലെത്തി. വഴിയിൽ വെച്ച് കുട്ടിക്ക് അച്ഛൻ്റെ നല്ല ചായയുണ്ട് എന്ന് ചിലർ അനുമോദിച്ചു. അയാളെ എപ്പോഴും സംശയിക്കുന്ന ഭാര്യ കോപിച്ചു കരഞ്ഞു. സത്യാവസ്ഥ അവളെ ബോധ്യപ്പെടുത്താനായില്ല. അതോടെ വീട്ടിലാകെ പ്രശ്നമായി. സ്വതേ സംശയാലുവായ ഭാര്യ ഉറപ്പിച്ചു ആ കുട്ടി ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായത് തന്നെയാണ്. ഭാര്യയുടെ മനോവ്യാപാരങ്ങൾ തികഞ്ഞ ഉൾക്കാഴ്ചയോടെ ചിത്രീകരിക്കുന്നുമുണ്ട്. ഭാര്യയുടെ സംശയവും രോക്ഷവും വർദ്ധിച്ചതേയുള്ളൂ. അപ്പോഴാണ് കൂനിന്മേൽ കുരു എന്ന പോലെ 15 ദിവസം കഴിഞ്ഞപ്പോൾ വക്കീൽ നോട്ടീസ് എത്തിയത്. പൂന്താണി കല്യാണി എന്നൊരുവളുടെ നോട്ടീസാണ് വന്നത്. അവളിലുണ്ടായ കുട്ടിക്ക് ചെലവിന് കൊടുക്കണമെന്നായിരുന്നു ആവശ്യം. വക്കീൽ നോട്ടീസ് കിട്ടുന്ന സമയത്ത് നായകൻ്റെ ഭാര്യ ഗത്യന്തമില്ലാതെ കുട്ടിയെ അംഗീകരിച്ച് ചെലവിന് കൊടുക്കണമെന്ന് ഉപദേശിക്കുന്നു. കഥാനായകന് കല്യാണിയിൽ ജനിച്ച കുട്ടിക്ക് ചെലവായ ഇനത്തിൽ 300 രൂപ കൊടുക്കണം. കുട്ടിയെ തിരിച്ചേൽപ്പിക്കണം. അത് കഴിഞ്ഞ് മാസം 25 റുപ്യ വീതം മേൽ ചെലവും നൽകണം. ഇത്രയുമാണ് വക്കീൽ നോട്ടീസ് പ്രകാരം ആവശ്യപ്പെടുന്നത്. കുട്ടിക്കുള്ള ചെലവ് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതാണ് എന്നും അതുകൊണ്ട് ഒരു സംഖ്യയടക്കം കുട്ടിയെ മടക്കി കൊടുക്കണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. ഹർജിക്കാരന് 500 റുപ്യ പൈസ അല്ലെങ്കിൽ 500 രൂപ നൽകി കേസ് രാജിയാക്കുന്നതാണ് നല്ലതെന്ന നിർദ്ദേശവുമായി തൊട്ടുപിറകെ വക്കീലുമെത്തി. വക്കീൽ അനുരഞ്ജനത്തിനും സന്ധ്യസംഭാഷണത്തിനും ശ്രമിച്ചെങ്കിലും നായകൻ വഴങ്ങിയില്ല. കോടതി കയറാൻ തന്നെ നിർദോഷിയായ കഥാനായകൻ തീരുമാനിക്കുന്നു. തെളിവുകളും സാക്ഷികളുമെല്ലാം കഥാനായകനെതിരായിരുന്നു. അവസാനം കേസ് വാദിക്കാനിരിക്കെ മറ്റൊരു സുന്ദരി അവകാശവാദം ഉന്നയിച്ചെത്തുന്നു. ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്ന പത്രവാർത്ത കണ്ടിട്ട് എത്തിയതായിരുന്നു അവൾ. കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയായ ഇന്ദിരയുടെ രംഗപ്രവേശനം അയാൾക്ക് ധൈര്യം നൽകി. ഒടുവിൽ തെളിയുന്നത് കുട്ടി തൻ്റേതാണെന്നും അതിൻ്റെ അച്ഛൻ ഗുരുവായൂർക്ക് കൊണ്ടുപോയതാണെന്നും 1 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ലെന്നും പറയുന്നു. മാത്രമല്ല തൻ്റെ കുട്ടിയെ കാണണമെന്നും അവൾ ആവശ്യപ്പെട്ടു. കുട്ടി അമ്മയെ കണ്ടതും ഓടി അടുത്തു ചെന്നു. സത്യസ്ഥിതി അതോടെ തെളിഞ്ഞു. കോടതിയിൽ എല്ലാ സാക്ഷികളും നായകനെതിരെ മൊഴി കൊടുത്തു. കോടതിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സാക്ഷികൾ പറയുന്ന കള്ളത്തരങ്ങൾ വളരെ ഭംഗിയായും സരസമായും സുകുമാരൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഒടുവിൽ നിർണായക ഘട്ടമെത്തിയപ്പോൾ കൂട്ടിൽ നിൽക്കുന്ന പൂന്താണി കല്യാണിയുടെ മുഖം വിളറിപ്പോകുമാറ് കുട്ടിയുടെ അമ്മയായ ഇന്ദിരയെ നായകൻ കോടതിയിലേക്ക് ആനയിക്കുന്നു. ഇന്ദിരയുടെ ഭർത്താവ് കഥാനായകനെ പറ്റിച്ചു രൂപ കൈക്കലാക്കാനായി സ്ത്രീയായി വേഷം കെട്ടിയെത്തി സ്വന്തം കുഞ്ഞിനെ അയാളെ ഏൽപ്പിച്ചതാണ്. കൂട്ടിൽ നിൽക്കുന്ന കല്യാണി പെണ്ണല്ല എന്നും തൻ്റെ ഭർത്താവായ പൂളക്കൽ മന്ദൻ എന്ന കേടി ബ്രാക്കറ്റിൽ റൗഡിയാണ് എന്നും പണം പറ്റിക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന പറ്റിക്കൽ വ്യാപാരമാണിതെന്നും കുട്ടിയുടെ അമ്മ പ്രഖ്യാപിക്കുന്നു. അന്ത്യത്തിലെ ഈ പരിണാമഘട്ടം അവിശ്വസനീയമെങ്കിലും ഇതിൻ്റെ പ്രതിപാദനം ആദ്യന്തം ചമത്കാരഭരിതമാണ്. കഥയിലെ പ്രതിപാദത്തിന് വർത്തമാനകാലവുമായിട്ട് ബന്ധമില്ലെങ്കിലും ചില സാമൂഹിക പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ കഥയിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കഥ കേട്ട് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വർത്തമാനകാലവുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നും ഇല്ല. നമ്മളിപ്പം ഇങ്ങനെയുള്ള കേസുകളൊക്കെ കുറവാണ്. പക്ഷേ ചില സാമൂഹിക പ്രശ്നങ്ങൾ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. എന്താണ്? കഥാനായകന് സ്ത്രീകളോടുള്ള അമിത പ്രതിപത്തി മൂലം വന്നു ചേരുന്ന കുരുക്കാണ് കഥയിലെ വിഷയം. എന്നാൽ വഴിയാത്രക്കിടയിൽ കുട്ടിയെ ഏൽപ്പിച്ച് സഹായം തേടുന്ന സ്ത്രീകൾ പണം തട്ടാൻ കുട്ടിയുടെ പിതൃത്വം ആരോപിച്ച് പുരുഷന്മാരെ പറ്റിക്കുന്ന പതിവ് നമ്മുടെ ഇടയിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. തീവണ്ടി ഓഫീസിൽ നിന്നും കിട്ടുന്ന ഉടമസ്ഥനില്ലാത്ത വസ്തുക്കൾ പോലീസിൽ ഏൽപ്പിക്കണമെന്ന നിയമത്തെ ഇവിടെ ഒരു തമാശയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആരാൻ്റെ കുട്ടിയാണ് ഉദ്യോഗസ്ഥൻ ആരെന്നറിയാതെ നായകൻ്റെ കൈവശം വന്നത്, അതിനെ പോലീസുകാർ സ്വീകരിക്കണമെന്ന് കഥാനായകൻ ആവശ്യപ്പെടുന്നു. എന്നാൽ കുട്ടിയെ അയാൾ എവിടെ നിന്നോ തട്ടിയെടുത്തതാണ്
അതിന് കേസെടുക്കുമെന്ന് നിയമം തിരിഞ്ഞു പിടിച്ചപ്പോൾ അയാൾ അവിടെ നിന്നും രക്ഷപ്പെടാനായി വഴി നോക്കുന്നു. കുട്ടിയുടെ പിതാവ് തന്നെ സ്ത്രീവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് പണം തട്ടാനുള്ള ശ്രമം നടത്തിയത് പുറത്തു വന്നതോടെ കഥാപരിണാമം എന്ത് ചെയ്യുകയാണ്, വിസ്മയകരവും അവിശ്വസനീയവുമാകുന്നു. ഇതിനൊക്കെ ഒരു പുറമെ കഥാവിവരണം ചടുലവും ശക്തവുമായ സംഭാഷണത്തിലൂടെയുള്ള ആഖ്യാന രീതി കഥയുടെ ആസ്വാദ്യത വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ കെ സുകുമാരൻ്റെ കഥ എന്നും പുതുമ നിലനിർത്തുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ സാമർത്ഥ്യ പ്രകടനവും സംഭാഷണ ചടുലതയും അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു പ്രത്യേകതയാണ്. സുകുമാരൻ്റെ കഥകളുടെ ഒരു സവിശേഷതയാണ് കഥാപാത്രങ്ങളുടെ സാമർത്ഥ്യ പ്രകടനവും സംഭാഷണ ചടുലതയും അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകതയാണ്. നേരം പോക്കിനുള്ള സൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റെ കഥാരചന. ആരാൻ്റെ കുട്ടി എന്ന കഥയിൽ വേഷം മാറി വരുന്ന കുട്ടിയുടെ അച്ഛൻ, കഥാനായകന് പറ്റുന്ന അമളി, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള അയാളുടെ സാമർഥ്യം, കോടതിയിൽ നടത്തുന്ന വാദം എന്നിവയ്ക്ക് ഇതിന് ഉദാഹരണങ്ങളാണ്. കഥാപാത്രങ്ങളെ ബാഹ്യചേഷ്ടകളിലൂടെ അവതരിപ്പിക്കുന്നതെന്നല്ലാതെ അവരുടെ മാനസിക വ്യാപാരങ്ങളിലേക്കോ അല്ലെങ്കിൽ ആന്തരിക വ്യക്തിത്വങ്ങളിലേക്കോ കഥാനായകൻ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിലെ കഥാപാത്രങ്ങളെ ബാഹ്യചേഷ്ടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത്. അതല്ലാതെ അവരുടെ മാനസിക വ്യാപാരങ്ങളിലേക്കോ ആന്തരിക വ്യക്തിത്വങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റിയിലേക്കോ അതല്ലെങ്കിൽ അവരുടെ മനസ്സിലെ അവരുടെ ചിന്തകൾ എന്താണോ എന്നൊന്നും തന്നെയും എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം തൻ്റെ ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ രചന കടന്നു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ രചനയിലെ ഒരു പരിമിതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. കാര്യം അവരുടെ മനോവ്യാപാരങ്ങളെക്കുറിച്ചൊന്നും തന്നെ കഥയിൽ എങ്ങും കാണാനില്ല. സംഭാഷണ ചാരുതയാണ് ആരാൻ്റെ കുട്ടി എന്ന കഥയുടെ പ്രത്യേകത. പുരുഷ കഥാപാത്രങ്ങളെ പരീക്ഷിക്കുകയും വട്ടം തിരിക്കുകയും ചെയ്യുന്ന സാമർഥ്യമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. നീണ്ടുപോകുന്ന വർണ്ണനകൾ കഥയുടെ ആഖ്യാനത്തിൽ കാര്യമായ പങ്ക് വഹിക്കുന്നില്ല. കൊടുത്തും കൊണ്ടു മുന്നേറുന്ന ചടുലമായ സംഭാഷണത്തിലൂടെ കഥ മുന്നോട്ടു പോകുന്നു. കഥാപാത്രങ്ങളുടെ ഭാഷണം കൃത്രിമമാണ്. ഇതിനെ മുൻനിർത്തി സുകുമാരൻ്റെ കഥകൾ സംഭാഷണ പ്രധാനമായതിനാൽ ആ കഥകൾക്ക് പ്രഹസനം എന്ന പേരാണ് ഉചിതമെന്ന് MP പോൾ ചെറുകഥാ പ്രസ്ഥാനം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പ്രഹസനമാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കഥകൾ, അല്ലെങ്കിൽ സുകുമാരൻ്റെ കഥകൾ സംഭാഷണ പ്രധാനമായതുകൊണ്ട് തന്നെ ആ കഥകൾക്ക് പ്രഹസനം എന്ന പേര് ഉചിതമെന്ന് ഡോക്ടർ MP പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ചെറുകഥാ പ്രസ്ഥാനം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഖ്യാനത്തിൽ മുഴുവൻ ശ്രദ്ധയും കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളിലും കഥാകാരൻ തന്നെ കഥ പറയുന്ന സമ്പ്രദായമോ കഥാപാത്രത്തെ കൊണ്ട് കഥ പറയുന്ന കഥാസമ്പ്രദായമോ കാണാൻ സാധിക്കും. അതിനാൽ വായനക്കാരൻ്റെ വിശ്വാസ്യത നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നുമുണ്ട്. യുക്തിഭദ്രമായി സംഭവങ്ങളെ നിബന്ധിക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് കഥകളിലെ സ്വാഭാവികത എന്ന അംശം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്വാഭാവികത നഷ്ടപ്പെടാൻ കാര്യം? വായനക്കാരൻ്റെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിലും യുക്തിഭദ്രമായ സംഭവങ്ങളെ ബന്ധിപ്പിക്കുക, അതായത് നമ്മുടെ ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പം കുറച്ച് ഇത് നമുക്കതായിട്ട് എന്താണ് യുക്തിഭദ്രമായിട്ടൊന്ന് അതിനെ ഒന്ന് നിബന്ധിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് ഉള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. അതുകൊണ്ട് കഥകളിലെ സ്വാഭാവികത എന്ന അംശം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. ഇതിവൃത്തത്തിൻ്റെ മർമ്മം കണ്ടറിഞ്ഞ് നാടകീയമായ ഒരു മുഹൂർത്തത്തിൽ കഥ ആരംഭിക്കുകയും പടിപടിയായി ഇതിവൃത്തത്തെ വളർത്തി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ചെറുകഥകളുടെ സവിശേഷത. ഏത് കഥയിലും വസ്തുക്കളുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ വൈരുദ്ധ്യം കണ്ടെത്തി അത് വർണ്ണിച്ചു പോകുന്ന ഒരു പ്രവണത എപ്പോഴും എന്ത് ചെയ്യും, ചെറുകഥകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിവൃത്തമായിട്ടോ അല്ലെങ്കിൽ കഥാസന്ദർഭവുമായിട്ടോ ഈ വർണ്ണനകൾക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. നീണ്ടുപോകുന്ന വർണ്ണനകൾ കഥയുടെ ആഖ്യാനത്തിൽ പ്രത്യേകിച്ച് കാര്യമായ പങ്കൊന്നും വഹിക്കുന്നുമില്ല. ലളിതവും തെളിഞ്ഞതുമാണെങ്കിലും അലങ്കാരങ്ങളും ഉക്തിവൈചിത്ര്യങ്ങളും നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ സവിശേഷതയാണ് അത് ലളിതമായിരിക്കും, തെളിഞ്ഞതുമായിരിക്കും, അലങ്കാരങ്ങളും ഉക്തിവൈചിത്ര്യങ്ങളും നിറഞ്ഞതുമാണ് നമ്മുടെ കെ സുകുമാരൻ്റെ ഭാഷ. കെ സുകുമാരൻ്റെ കഥകൾ സാമാന്യ ജീവിതത്തെ യഥാതഥമായി ചിത്രീകരിക്കുന്നില്ല. നമ്മുടെ നോർമലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചിതമായൊരു ജീവിത രീതികളൊന്നും അല്ല അദ്ദേഹം ചിത്രീകരിക്കുന്നത്. പിന്നെയോ സാങ്കല്പികവുമായ അയാഥാർത്ഥ്യമായ ലോകമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിലെ പകർപ്പല്ല അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്നത്, ജീവിതത്തിൻ്റെ പകർപ്പല്ല കാരിക്കേച്ചറാണ് സുകുമാരൻ്റെ കഥകളെന്ന്
എന്ന് ആരാ പറഞ്ഞത്? എസ് ഗുപ്തൻ നായർ നിരീക്ഷിച്ചത്. രസിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് സുകുമാരന് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. അതിനുവേണ്ടി സഭ്യതയുടെ സീമകളെപ്പോലും പലപ്പോഴും ലംഘിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം വായനക്കാർക്ക് പ്രിയങ്കരനുമാകുന്നത്. മറ്റൊരു സവിശേഷത എന്താണ്? പലായാത്മകതയാണ്. അതായത് ജീവിതത്തിൻ്റെ ഗൗരവത്തിൽ നിന്നും രക്ഷപ്പെടുകയും അതിൽ നിന്നും മാറി നിന്നിട്ട് കണ്ടു രസിക്കുക എന്ന രീതിയുമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ആദ്യകാല ചെറുകഥകളുടെ ഒരു സവിശേഷതയാണ് ഈ പരിണാമഗുപ്തി എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ വായനക്കാരൻ്റെ മനസ്സിലെ ഒരു ഭാവികാല ബോധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ആവിഷ്കാര തന്ത്രമാണെന്ത് ഈ പരിണാമഗുപ്തി എന്ന് പറയുന്നത്. അതായത് കഥയുടെ ആദ്യ പരിണാമം കഥാകൃത്ത് വായനക്കാരിൽ നിന്നും തന്ത്രപൂർവ്വം മറച്ചു വയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. കഥ വായിച്ചു പോകുമ്പോൾ വായിച്ചു കഴിഞ്ഞിടത്തോളം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ കഥാന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ഒരു മുൻധാരണ വായനക്കാരൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരും. അപ്പം അത് കഴിയുന്നിടത്തോളം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവം ഭാവിയെ അനുമാനിക്കുന്നതാണ് ഈ ഒരു പ്രക്രിയ. ഇത് ഏതാണ്ട് കഥാന്ത്യത്തോളം നിലനിർത്തിപ്പോരുന്ന വിധത്തിലായിരിക്കും ആഖ്യാനം നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ കഥാന്ത്യത്തിലെത്തുമ്പം വായനക്കാരൻ്റെ അതുവരെയുള്ള പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് ആയിരിക്കും സംഭവിക്കുക. അല്ലെങ്കിൽ സംഭവങ്ങൾ മറ്റൊരു വഴിക്ക് തിരിയുകയും പ്രതീക്ഷാവിരുദ്ധമായി അവസാനിക്കുകയും ചെയ്യും. കഥ എങ്ങനെ അവസാനിക്കണമെന്ന് എഴുത്തുകാരൻ്റെ നേരത്തെ ധാരണയുണ്ടായിരിക്കും. തൻ്റെ ആ തീരുമാനത്തെ ഗോപനം ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? വായനക്കാരൻ്റെ പ്രതീക്ഷയെ മറ്റൊരു വഴിക്കേക്ക് ഇദ്ദേഹം നയിക്കും. കഥാന്ത്യത്തിൽ അപ്രതീക്ഷിതമായ വ്യതിയാനം സംഭവിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു ഭാവവ്യതിയാനം സംഭവിക്കുകയും ചെയ്യും. അപ്പം കഥാസംഭവങ്ങൾ വർത്തമാനകാലത്തിൽ വായിച്ചു പോകുമ്പോൾ തന്നെ ഭാവിയിൽ കഥാന്ത്യത്തിൽ ഉണ്ടാകാവുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഏതാണ്ട് വ്യക്തമായ ധാരണയുണ്ടാകുന്നു. ഈ ധാരണ കഥ വായനക്കാരന് നൽകുന്ന ഭാവികാല ബോധമാണ്. അതായത് ഭാവികാല സംഭവത്തെ, പ്രത്യേകിച്ച് കഥാന്ത്യത്തെ വർത്തമാനകാലത്തിൽ മുൻകൂട്ടി അനുമാനിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഭാവികാല ബോധമാണ്. ഇതിലൂടെ ഭാവികാലത്തെ സംഭവത്തെ, പ്രത്യേകിച്ച് കഥാന്ത്യത്തെ വർത്തമാനകാലത്തിൽ മുൻകൂട്ടി അനുമാനിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഭാവികാല ബോധമാണിത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിലൂടെ ഭാവികാലത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രതീക്ഷിത കഥാന്ത്യത്തിന് മാറ്റം വരുത്തുന്നതിലൂടെ വായനക്കാരൻ്റെ മനസ്സിൽ അതുവരെ നിലനിന്നിരുന്ന ഭാവികാല സംഭവബോധത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. വായനക്കാരൻ്റെ മനസ്സിൽ അതുവരെ രൂപപ്പെട്ടുകൊണ്ടുവന്ന ഭാവികാലത്തിൽ തന്ത്രപരമായ വ്യതിയാനം വരുത്തുന്നതിലൂടെ കഥാന്ത്യത്തിൽ കലാപരമായ ഒരു ഭാവവ്യത്യാസം സൃഷ്ടിക്കുന്നതിന് എഴുത്തുകാരന് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ പരിണാമഗുപ്തി വായനക്കാരൻ്റെ ഭാവികാല ബോധത്തിൽ വരുത്തുന്ന വ്യതിയാനമാണ്. അപ്പോൾ ഇത്തരം കഥകളുടെ ആഗമിക ലോകനത്തിൽ കഥയുടെ അവസാനത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളുടെ മുൻ സൂചനകൾ ഉണ്ടാകാറുണ്ട്. വായനയുടെ സന്ദർഭത്തിൽ അതിൻ്റെ പ്രാധാന്യം ശ്രദ്ധിക്കപ്പെടാത്ത വിധത്തിൽ ഒരു രഹസ്യ സ്വഭാവത്തിലായിരിക്കും ഈ മുൻ സൂചനകളെല്ലാം തന്നെയും നിലനിൽക്കുക. ശ്രദ്ധിക്കപ്പെടാതിരിക്കേണ്ട തക്ക തന്ത്രങ്ങൾ ആഖ്യാനത്തിൽ ഈ ചെറുകഥ എഴുതുന്ന വ്യക്തികൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. പരിണാമഗോപനം അനുവർത്തിക്കുന്ന കഥകളിൽ അന്ത്യസംഭവം അപ്രതീക്ഷിതമായി വെളിപ്പെടുത്തുന്നതിലൂടെ പെട്ടെന്നുള്ള വൈകാരിക ആഘാതമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പരിണാമഗുപ്തി. അത് നമ്മൾ പറഞ്ഞു, ആദ്യകാല ചെറുകഥകളുടെ ഒരു സവിശേഷതയാണ് പരിണാമഗുപ്തി എന്ന്. അപ്പം ആ പരിണാമഗുപ്തിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചത്. ഇനി നമ്മുടെ ഈ ആരാൻ്റെ കുട്ടി എന്ന് പറയുന്ന ഈ കഥയെ നമ്മളൊന്ന് അവലോകനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത് എന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കിപ്പോകാം. എന്താണ്? ഒരു ഭദ്രമായിട്ടുള്ള ഒരു ഇതിവൃത്തം, നർമ്മമധുരമായ പ്രതിപാദനം, സാമൂഹിക ബന്ധമുള്ള കഥാപാത്രങ്ങൾ, കാൽപ്പനിക ഭാവനയുടെ മാസ്മരികത തുടങ്ങി വായനക്കാരെ വശീകരിക്കാൻ വേണ്ട ചേരുവകൾ എം സുകുമാരൻ്റെ കഥകളിലുണ്ട്. കഥാപാത്രങ്ങളുടെ സാമർത്ഥ്യ പ്രകടനങ്ങളും സംഭാഷണങ്ങളുടെ ചടുലതയുമാണ് കെ സുകുമാരൻ്റെ കഥകൾക്ക് ജീവൻ നൽകുന്നത്. കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങളാണ് ഈ കഥയുടെ സിംഹഭാവവും. അപ്പോൾ കുറിക്കുകൊള്ളുന്ന ഒരു സംഭാഷണമാണ് ഈ കഥയുടെ സിംഹഭാഗവും. കോടതിയിലെ കള്ളസാക്ഷികളും എല്ലാം നമ്മെ ഏറെ രസിപ്പിക്കും. ഒപ്പം ആടിനെ പട്ടിയാക്കുന്ന നടപടികളും മറ്റും രൂക്ഷ പരിഹാസത്തിന് പാത്രമാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ യുക്തിഭംഗങ്ങളും
അസംഭവ്യതകളും ഈ കഥയിൽ പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. കോടതിയെപ്പറ്റിയും കേസിനെ പറ്റിയും നല്ല വിവരം കഥാകൃത്തിനുണ്ടെന്നത് വ്യക്തമാണ്. അവിടെ അവതരിപ്പിക്കപ്പെടുന്ന സംഭാഷണങ്ങൾ ചടുലവും ഉദ്യോഗജനവുമാണ്. റെയിൽവേ പോലീസുമായുള്ള സംവാദം സുകുമാരൻ്റെ കഥകളുടെ രസനീയതയ്ക്ക് നിദർശനമാണ്. ഇതിവൃത്തത്തിലെ അസ്വാഭാവികതകളെ വിസ്മരിപ്പിക്കുന്ന ശീഘ്ര ആഖ്യാനത്തിലുണ്ട്. കഥാപാത്രങ്ങളുടെ സാമർത്ഥ്യ പ്രകടനങ്ങളും സംഭാഷണങ്ങളുടെ ചടുലതയുമാണ് കോടതി മുറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പലപ്പോഴും സംഭാഷണങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തട്ടും തടയും പോലെ കൊടുത്തും കൊണ്ടും മുന്നേറുന്ന കഥാപാത്ര സംഭാഷണങ്ങളിൽ ഒരു കൃത്രിമത്വമാണ് ഏറി നിൽക്കുന്നതെങ്കിലും അത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ എന്താണ്, സമൃദ്ധമായി ഉപയോഗിച്ചിരിക്കുന്ന സംഭാഷണങ്ങൾ സ്വഭാവ ചിത്രീകരണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഏറെ മിഴിവ് നൽകുന്നുണ്ട്. കഥകൾ സംഭാഷണപ്രദമായതുകൊണ്ട് തന്നെ അവയ്ക്ക് പ്രഹസനങ്ങൾ എന്ന പേരാണ് യോജിക്കുക എന്ന് MP ഇപ്പോൾ അഭിപ്രായപ്പെട്ട കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ കഥാഗതി ചടുലമാണ്. ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്ന രംഗങ്ങളും മാനുഷിക സന്ദർഭങ്ങളും തികച്ചും നാടകീയമായിരിക്കുന്നു. കഥാപാത്രങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ചെറുകഥയുടെ രൂപഭാവങ്ങൾ അതേപടി എന്ത് ചെയ്യുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. മാനുഷികമായ ഗതിവിഗതികൾ വെളിപ്പെടുത്തുന്ന ധാരാളം സന്ദർഭങ്ങൾ ഇതിൽ കാണാനാകും. അന്യരെ പറ്റിക്കാൻ തുടങ്ങിയാൽ പറ്റുന്നത് അവനവന് തന്നെയാണ് എന്ന് കഥയിലൂടെ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തുകയാണ് കെ സുകുമാരൻ. എന്താ പറയുകയാണ്, അന്യരെ പറ്റിക്കാൻ തുടങ്ങിയാൽ പറ്റുന്നത് അവനവന് തന്നെയാണെന്ന് കഥയിലൂടെ സുകുമാരൻ വെളിപ്പെടുത്തുകയാണ്. ഇതിവൃത്തത്തിൻ്റെ മർമ്മം കണ്ടറിഞ്ഞ് നാടകീയമായൊരു മുഹൂർത്തത്തിൽ കഥ ആരംഭിച്ച് പടിപടിയായി ഇതിവൃത്തത്തെ വളർത്തി പരിസമാപ്തിയിലെത്തിക്കാൻ ഈ കഥാകൃത്തിന് താല്പര്യമില്ല. യുക്തിഭദ്രമായ സംഭവങ്ങൾ നിബന്ധിക്കാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്വാഭാവികത കൈവരുത്താൻ പലപ്പോഴും സാധിക്കുന്നില്ല. വസ്തുക്കളുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തി വർണ്ണിക്കാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മുടെ ഈ സുകുമാരൻ്റെ ഈ കഥയിൽ മനുഷ്യ സ്വഭാവങ്ങളുടെ വൈരുദ്ധ്യതയാണ് എന്ത് ചെയ്യുന്നത്, അധികവും തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കെ സുകുമാരൻ്റെ ആരാൻ്റെ കുട്ടി എന്ന് പറയുന്ന കഥയും അദ്ദേഹത്തിൻ്റെ രചനാ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ എന്ത് ചെയ്തു, കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഈ കണ്ടതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ആദ്യകാല ചെറുകഥകൾ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ ഏതെല്ലാമാണ്, അതിൻ്റെ പ്രത്യേകതകൾ ഏത്? ഞാൻ ആദ്യത്തെ ഇതിന് പറഞ്ഞായിരുന്നു അവർ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? സാഹസികം, അപസർപ്പകം, പലായാത്മക സ്വഭാവം, ഉത്തമ പുരുഷ കഥാഖ്യാനം, പരിണാമഗുപ്തി, പ്രണയം, വീരാപദാനം, അമളി, നിധിവേട്ട, കുറ്റാന്വേഷണം, നായാട്ട്, കോടതി വ്യവഹാരം, സ്വപ്നാടനം എന്നിവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വിഷയമായിട്ട് അല്ലെങ്കിൽ ഇതിവൃത്തമായിട്ടൊക്കെ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. കെ സുകുമാരൻ്റെ സമകാലീനരായ കഥാകൃത്തുക്കൾ ആരെല്ലാം? ഉത്തരം: വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, മൂർക്കോത്ത് കുമാരൻ, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ, MRKC, CS ഗോപാലപണിക്കർ, അമ്പാടി നാരായണ പൊതുവാൾ, EV കൃഷ്ണപിള്ള. ഇതൊക്കെ സമകാലീനരായിട്ടുള്ള വ്യക്തികളാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കെ സുകുമാരൻ രചിച്ച ശൃംഗാര കാവ്യം ഏത്? ഉത്തരം: ഫാസാവിലാസം. ചോദ്യം: കെ സുകുമാരൻ്റെ കഥകളെ പ്രഹസനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം: MP പോൾ. ചോദ്യം: കഥാനായകന് കുട്ടിയെ ലഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം: റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നും അജ്ഞാതയായ ഒരു യുവതി ഏൽപ്പിച്ചു. ചോദ്യം: പറഞ്ഞാൽ നുണ, എഴുതിയാൽ കഥ എന്ന് ആദ്യകാല കഥകളെപ്പറ്റി പറഞ്ഞത് ആര്? ഉത്തരം: കെ സുകുമാരൻ. അടുത്ത ചോദ്യം: കഥാനായകൻ്റെ ഭാര്യ കുട്ടി ആരുടേതാണെന്നാണ് കരുതിയത്? ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലുണ്ടായതാണ് കുട്ടിയെന്ന് കഥാനായകൻ്റെ ഭാര്യ കരുതുന്നു. അടുത്ത ചോദ്യം: ആരുടെ വക്കീൽ നോട്ടീസാണ് നായകന് വന്നത്? ഉത്തരം: പൂന്താണി കല്യാണിയുടെ. അടുത്ത ചോദ്യം: വക്കീൽ നോട്ടീസിൽ അവകാശപ്പെടുന്നത് എന്തെല്ലാമാണ്? ഉത്തരം: കുട്ടിക്ക് ചെലവായ ഇനത്തിൽ 300 രൂപ, കുട്ടിയെ തിരിച്ചേൽപ്പിച്ചിട്ട് മാസം 25 ഉറുപ്പിക വീതം മേൽച്ചെലവും നൽകണമെന്ന്. പത്താമത്തെ ചോദ്യം ഇതാണ്: പൂന്താണി കല്യാണി യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഉത്തരം: കല്യാണി പെണ്ണല്ല. പൂളയ്ക്കൽ മന്ദൻ എന്ന കേടി റൗഡിയായിരുന്നു ഈ പൂന്താണി കല്യാണി എന്ന പേരിൽ വന്നത്. അടുത്ത ചോദ്യം: കുട്ടിയുടെ അമ്മയുടെ പേരെന്താണ്? ഉത്തരം: ഇന്ദിര. അടുത്ത ചോദ്യം: പുളയ്ക്കൽ മന്ദൻ എന്തിനു വേണ്ടിയാണ് കഥാനായകനെ കുരുക്കിലാക്കിയത്?
ഉത്തരം: പണം പറ്റിച്ച് വാങ്ങാൻ വേണ്ടി അയാൾ നടത്തിയ ആൾമാറാട്ടമായിരുന്നു കഥാനായകനെ കുരുക്കിലാക്കിയത്. അടുത്ത ചോദ്യം: ആരാൻ്റെ കുട്ടി എന്ന കഥയുടെ മറ്റൊരു പേരെന്ത്? ഉത്തരം: ഓണക്കാലത്ത് കിട്ടിയ സമ്മാനം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മുടെ ആരാൻ്റെ കുട്ടി എന്ന് പറയുന്ന കെ സുകുമാരൻ്റെ ചെറുകഥയാണ് നമ്മളിപ്പോൾ വിനിമയം ചെയ്തു കഴിഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ പറയുകയാണ്. ആദ്യകാല ചെറുകഥകളുടെ പ്രവണതകൾ ഈ സുകുമാരൻ്റെ കൃതിയെ ആസ്പദമാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, എഴുതാനായിട്ടുള്ള ചോദ്യം വരാം. അധികം ആ ഒരു ചോദ്യമാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സുകുമാരൻ്റെ രചനാ ശൈലിയെക്കുറിച്ച് എഴുതാൻ ചോദിക്കാം. ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകൾ എത്രത്തോളം ആരാൻ്റെ കുട്ടി എന്ന് പറയുന്ന ഈ കൃതിയിൽ ഇഴകിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം.